ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ ഓഫീസിലെ കൊച്ചുണ്ണി അല്ല കുഞ്ഞുണ്ണി എന്തുവാ നിന്റെ പേര്? ആ അഖില്. അഖിലിന്റെ അമ്മ ഉണ്ടാക്കിയ പൊങ്കാല വിഭവങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്കിങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും പൊതിഞ്ഞ് ഒരു പൊതിയായിട്ട് ഇങ്ങനെ കൊടുത്തു വിട്ടായിരുന്നു. ഞാൻ ആറ്റിയാൽ പൊങ്കാലയ്ക്ക് പൊങ്കാല എല്ലാവരും ഇടുന്നത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തായിരുന്നു ഞാൻ എവിടെന്ന് ഇത് ആരുടെ അടുത്ത് ചോദിച്ചിട്ട് കഴിക്കുമെന്ന്. പക്ഷേ കിട്ടിയതിൽ ഭയങ്കര സമാധാനമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, തെരളിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ മണ്ടപ്പുറ്റുണ്ടായിരുന്നു, പിന്നെ പൊങ്കാല പായസം. ഇത്രയാണ് ഉണ്ടായിരുന്നതേ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ മണ്ടപ്പുറ്റ് അല്ലെങ്കിൽ മണ്ടയപ്പം എന്നൊക്കെ പറയുന്ന ഈ സാധനം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഇങ്ങനൊരു സംഭവം ഈ പൊങ്കാലയ്ക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഇത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത സമയത്തൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇതൊരു സ്പെഷ്യൽ സംഭവമാണ് എന്നൊക്കെ ഞാൻ കേട്ടത്. പിന്നെ തെരളിയപ്പം ഇത് ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പം എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊരു വൈബിനനുസരിച്ച് എല്ലാവരുമായിട്ട് ഇരുന്ന് കഴിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമായി. പിന്നെ പൊങ്കാല പായസം അത് ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പായസം കണക്കിങ്ങനെ വാട്ടറി കൺസിസ്റ്റൻസി അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കട്ടയായിട്ടാ ഉണ്ടായിരുന്നേ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെയാ ഉണ്ടാവാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെനിക്ക് ഉണ്ടാക്കി നോക്കണം ഇത്.